ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പാത 66 വികസനത്തിൽ ഇന്ന് നമ്മളുള്ള തൃശ്ശൂർ റീച്ചിലാണ്. കാപ്പിരിക്കാട് മുതൽ മണത്തല വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. 2024 ഏറ്റവും നല്ല തുടക്കമാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഈ റീച്ചിൽ ചെയ്തിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഞാൻ ഈ ഭാഗത്ത് വന്ന്. അതിന് ശേഷം ഭയങ്കരമായ മാറ്റങ്ങളാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കാപ്പിരിക്കാട് കഴിഞ്ഞിട്ട് 3 വരി പാതയുടെ വീതിയിലെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് വാഹന ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. പിന്നെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കും. ഇപ്പോൾ മറുഭാഗത്ത് എന്ന് വെച്ചാൽ 6 വരി പാതയുടെ 2ാം ഭാഗമായ 3 വരി പാതയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ഈ ഭാഗത്തൊക്കെ സോയിൽ കമ്പാക്ട് ചെയ്ത് WMൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു, BMൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇവിടെ ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിനോട് ചേർന്നിട്ടുണ്ടായിരുന്ന പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനുണ്ട്. ഇതിനു മുൻപ് ശിവാലയ വളരെ സ്ലോയിലായിരുന്നു വർക്കുകൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ വേഗതയിലാണ് റോഡുകളുടെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തങ്ങൾപ്പടി ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്നൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം അതിനോട് ചേർന്നിട്ട് WMM ടാറിങ്ങിൻ്റെ പ്രവർത്തനം കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി വർക്ക് നടക്കാനുള്ളൂ. ഈ ഭാഗത്തൊക്കെ വൈഡനിങ് പൂർത്തിയായതുമാണ്. ദേശീയപാത 66 വികസനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ആദ്യ റീച്ചാണിത്. കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെ. ഇന്ന് നമ്മൾ കാണുന്നത് കാപ്പിരിക്കാട് മുതൽ മണത്തല വരെയാണ്. ഈ കാപ്പിരിക്കാട് മുതൽ മണത്തല വരെ വന്ന അണ്ടർപാസുകളുടെ ഭൂരിഭാഗം അണ്ടർപാസുകളുടെയും മുകൾ ഭാഗത്ത് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് കാപ്പിരിക്കാട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അണ്ടർപാസാണ്, അണ്ടത്തോട് അണ്ടർപാസാണത്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഗേർഡറുകൾ തമ്മിലുള്ള ക്രോസ് ഗേർഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസ് വെച്ചിട്ട് മറുഭാഗത്ത് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് RE പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് ആദ്യ ലെയർ RE പാനൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അണ്ടത്തോട് അണ്ടർപാസ് വന്നിരിക്കുന്നത് നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്താണ്. അപ്പോൾ ആ ഭാഗത്താണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിരിക്കുന്നത്. ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ RE പാനലിൻ്റെ 2ാമത്തെ ലെയറും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും ഉള്ളത് മലപ്പുറം റീച്ചിലാണ്. മലപ്പുറം റീച്ചിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണവും തൃശ്ശൂർ റീച്ചിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. മലപ്പുറം റീച്ചിൽ അണ്ടർപാസ് വന്നിരിക്കുന്നത് 2 ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ അല്ലെങ്കിൽ പ്ലാങ്ങുകൾ വെക്കും, അല്ലെങ്കിൽ പിന്നീട് ഫുള്ളായിട്ട് കാസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അണ്ടത്തോട് അണ്ടർപാസ് കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഫുള്ള് പിയറാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ഫ്ലൈ ഓവറിൻ്റെ രീതിയിലാണ് ഇവിടുത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇതാണ് പാപ്പാളി നിറസരട്. ഇവിടുന്ന് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. മന്നലാംകുന്ന് ടൗൺ ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഇത് ചെറിയൊരു ബൈപ്പാസാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയൊരു സ്കൂൾ ഉണ്ടായിരുന്നു, പാപ്പാളി സ്കൂൾ. അത് പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടാണ് ഇതിൽ കൊണ്ടാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം 6 വരിപ്പാതയുടെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇവിടെ കുറച്ച് ഭാഗത്തും കൂടി ടാറിങ് വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വലത് ഭാഗത്താണ് മന്നലാംകുന്ന്. അത് പൂർണ്ണമായി ഒഴിവാക്കണം. കാരണം അവിടെ ഒരു വളവുണ്ട്, ഒരു ഇടുങ്ങിയ റോഡാണ്. അത് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് നേരെ മന്നലാംകുന്ന് ടൗൺ കഴിഞ്ഞിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക. ഈ ബൈപ്പാസിന് പൂർണ്ണമായിട്ട് ഇരുഭാഗങ്ങളിലും സർവീസ് റോഡുണ്ട്. കണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി ടാറിങ് നടക്കാനുള്ളൂ. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 3 വരിപ്പാതയുടെ വീതിയിൽ കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് 6 വരിയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറിങ് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇവിടുന്ന് വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് മന്നലാംകുന്ന് പള്ളി ഉള്ളത് കേട്ടോ. അപ്പോൾ അത് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഇതിൽ കൂടെ ബൈപ്പാസ് നേരെ കടന്നു വരുന്നത്. എന്നിട്ട് പിന്നീട് മന്നലാംകുന്ന് ടൗൺ കഴിഞ്ഞിട്ട് ഇവിടെയാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത്. ഇവിടുന്ന് പിന്നീട് വലത് ഭാഗം ചേർന്നിട്ടാണ് അലൈൻമെൻറ്റ് പോയിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇടതോട്ട് പിന്നെ റോഡ് മാറുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് പിന്നീട് ഇടത് ഭാഗത്താണ് വൈഡനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലാട് ബദർപള്ളീൻ്റെ അവിടെയാണ്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഗേർഡറുകളൊക്കെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ വർക്ക് നടക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേർഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ജനുവരി 5-ാം തീയതിക്ക് ശേഷമാണ് ഈ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നത്. കാപ്പിരിക്കാട് മുതൽ മണത്തല വരെയുള്ള സ്ഥലത്ത് ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അത് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇവിടെ അകലാട് ബദ്രപള്ളിൻ്റെ അവിടെ വന്ന അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള RE പാനലിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മണ്ണിട്ട് കമ്പാക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ.
ഇപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ റോഡിൻ്റെ മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ശേഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ WMMൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നാണ് വീണ്ടും വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ പിന്നീട് 3 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് അതിനോടനുബന്ധിച്ചുള്ള വെച്ചാൽ അടുത്ത 3 വരിപ്പാതയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളിൽ 6 വരിപ്പാതയുടെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും തൃശ്ശൂർ റീച്ചിൽ ശിവാലയ കൺസ്ട്രക്ഷൻ അടിപൊളിയായിട്ട് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. കണ്ട ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ, സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് വരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പം നമ്മൾ ഇത്രയും ദൂരം പുതിയതായിട്ട് ടാറിങ് കഴിഞ്ഞ 3 വരിപ്പാതയിൽ കൂടിയാണ് സഞ്ചരിച്ചിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. കണ്ട ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗത്തേക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നിലവിലെ ദേശീയപാതനേക്കാളും ഹൈറ്റിലാണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ട ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെ WMൻ്റെ വർക്കും അതുപോലെ തന്നെ BMൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൈനിയിലാണ്. ഒറ്റൈനി അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള RE പാനലിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്താണ് മെയിനായിട്ട് അണ്ടർപാസുകളൊക്കെ വന്നിരിക്കുന്നത്. അവിടെ ഫുള്ളായിട്ട് വൈഡനിങ് കഴിയും. അപ്പം പഴയ റോഡ് മിക്കവാറും ഒരു ഭാഗത്തേക്കുള്ള സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കുക. ഒറ്റൈനി അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള സ്പാൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മുകളിൽ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടും മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒറ്റൈനി അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തിരുന്നു ശിവാലയൻ്റെ യാർഡ് ഉണ്ടായിരുന്നിട്ട്. ഇവിടെ നിന്നൊക്കെയാണ് പിന്നീട് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊണ്ടുപോലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ വൈഡനിങ് വരിക കേട്ടോ. ഇവിടെ വൈഡനിങ് കഴിഞ്ഞാണ് ഇനി ഇവിടെയൊക്കെ വർക്ക് നടക്കാനുള്ളതാണ്. കാരണം അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഇനി ഫുള്ളായിട്ട് RE പാനലിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം. ഇവിടെയൊക്കെ സോയിൽ കമ്പാക്ട് ചെയ്ത് വരുന്നുണ്ട്. എന്നാലും ഭയങ്കര മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡ് ഇനി വരും കേട്ടോ. അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി വരുന്നുണ്ട്. പിന്നീട് ഇവിടുന്ന് വീണ്ടും ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് കണ്ടോ 6 വരിപ്പാതയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വരിപ്പാതയുടെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ഫുള്ളായിട്ട് സോയിൽ കമ്പാക്ട് ചെയ്തിട്ട് WMൻ്റെ വർക്ക് ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാപ്പരിക്കാട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഇവിടുന്ന് ഏകദേശം ഭൂരിഭാഗം ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് ഉണ്ട്. കാരണം ഇവിടെ കഴിഞ്ഞ് ക്രാഷ് ബാരൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. ശിവാലയ കൺസ്ട്രക്ഷന് തൃശ്ശൂർ ജില്ലയിൽ 2 റീച്ചാണുള്ളത്. ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും പിന്നീട് ഒന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും. അതുകൂടാതെ ദേശീയപാത 66ൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകളുള്ളത് തൃശ്ശൂർ റീച്ചിലാണ്. പിന്നീട് ഏകദേശം ഇവിടം വരെ മാത്രമേ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. പിന്നീട് വരുന്നത് എടക്കഴിയൂരാണ്. എടക്കഴിയൂർ ഇതേമാതിരി തന്നെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞ പ്രദേശമാണ്. എടക്കഴിയൂർ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നു. ഈ എടക്കഴിയൂർ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഇവിടെയാണ് ചാവക്കാട് മറൈൻ വേൾഡ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചവടി ബീച്ചൊക്കെ ഈ ഭാഗത്താണ് ഉള്ളത് കേട്ടോ. കണ്ട് ഇവിടെ അടുത്ത ഭാഗത്ത് നിങ്ങൾ ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു. ഈ ഭാഗത്തൊന്നും ടാറിങ് നടന്നിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ വൈഡനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നീട് ഇവിടുന്ന് നിലവിലെ ദേശീയപാതേനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് പുതിയ റോഡ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ എടക്കഴിയൂർ അങ്ങാടി ചെറിയൊരു വളവുള്ള അങ്ങാടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ പൊളിച്ചു പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ, ഇടത് ഭാഗത്ത് പൂർണ്ണമായിട്ട് നിലവിലെ ദേശീയപാതേനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിലാണ് റോഡ് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ ഏകദേശം ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞാണ് കേട്ടോ. 3 വരിപ്പാതയുടെ വർക്കാണ് ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നത്. എന്നാലും തൃശ്ശൂർ റീച്ചിൽ ഇതുപോലെയുള്ള വർക്ക് നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും ഗതാഗതക്കുരുക്കില്ല. തൃശ്ശൂർ റീച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലപ്പുറം റീച്ചിൽ അണ്ടർപാസുകളും ഓവർപാസുകളും മെയിൻ ടൗണുകളിലാണ് വന്നിരിക്കുന്നത്. അതും ടൗണുകൾ വളരെ ഇടുങ്ങിയ ടൗണാണ്. അപ്പോൾ ഈ ടൗണുകൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നതൊക്കെ. പക്ഷേ തൃശ്ശൂർ റീച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിരപ്പായ സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ നിലവിലെ റോഡിൻ്റെ 2 ഭാഗത്തും വീതി കൂട്ടി മാത്രം വന്നാൽ മതി. അതുപോലെ തന്നെ അണ്ടർപാസുകൾ വന്നിരിക്കുന്നത് നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗത്ത് വലത് ഭാഗത്തോ അല്ലെങ്കിൽ ഇടത് ഭാഗത്തോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെയിൻ റോഡിൽ ഇതുവരെയായിട്ടും അണ്ടർപാസുകൾ തൃശ്ശൂർ റീച്ചിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഇത് എടക്കഴിയൂർ ടൗൺ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് അണ്ടർപാസ് വന്നിട്ട് അതും വലത് ഭാഗത്താണ്. അവിടെ പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ മാത്രമേ നടന്നിട്ടുള്ളൂ. ഗർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല. ഇപ്പോൾ വന്നതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ ഗർഡർ ഇൻസ്റ്റാളേഷൻ കാണാത്തുള്ളൂ. അത് ഈ ഭാഗത്താണ്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ RE പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്നൊക്കെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തു കൂടെയാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. പിന്നീട് ഇവിടുന്ന് വീണ്ടും റോഡ് ഇടത് ഭാഗത്തേക്ക് മാറുന്നുണ്ട്. കണ്ടു ഇവിടുന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടിയാണ്
പിന്നീട് വൈഡനിങ് നടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ക്രാഷ് ബാറിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. വലതു ഭാഗത്താണ് ഇനി മെയിനായിട്ട് വർക്ക് നടക്കാനുള്ളത്. ഇവിടെയൊക്കെ 3 വരിപ്പാതയുടെ ടാറിങ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഏകദേശം 6 വരിപ്പാതയുടെയും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇവിടം വരെയാണ് ഏകദേശം വർക്കുകൾ പൂർത്തിയായി. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. കാരണം ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് തിരുവത്ര ഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. ഇവിടെ ഇപ്പം ഒരു ഭാഗത്തുള്ള സ്പാനിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്തുള്ള സ്പാനിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 5-ാം തീയതി 2024 ഞാനന്ന് എറണാകുളം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 5-ാം കല്ലിൽ രാത്രി ഒരു ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് രണ്ടാമത് നമ്മൾ തിരുവത്ര ഭാഗത്ത്, ഇതും പകൽ സമയത്താണ് നമ്മൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കാണാൻ പോകുന്നത്. മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലുള്ള ഗേർഡർ ഇൻസ്റ്റാളേഷൻ നമ്മൾ പൂർണ്ണമായി കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ എനിക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്ന് എടുക്കാൻ സാധിക്കുന്നത്. എന്നാലും മലപ്പുറം ഭാഗത്തുള്ള ഗേർഡർ ഇൻസ്റ്റാളേഷൻ്റെ അത്ര റിസ്ക് ഒന്നും ഈ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലപ്പുറം ഭാഗത്ത് പല അണ്ടർപാസുകളും പല ഓവർപാസുകളും ടൗണിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത്രയും തിരക്കുള്ള ടൗണിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മലപ്പുറം റീച്ചിൽ പല സ്ഥലത്തും ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, തൃശ്ശൂർ ജില്ലയിൽ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് ഒഴിഞ്ഞ സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ റോഡിൻ്റെ വലത് ഭാഗത്ത്. പക്ഷേ മെയിൻ റോഡുകളിൽ ഇതുവരെയായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര റിസ്ക് ഒന്നും ഈ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഇല്ല. ഇപ്പോൾ ഒരു ഭാഗത്തുള്ള സ്പാനിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാണ്. മറുഭാഗത്തുള്ള സ്പാനിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ആദ്യ ഗേർഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ട്രോളിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ട്രക്ക് ക്രെയിൻ വെച്ചിട്ട് ഇവരിത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ബൂം ക്രെയിനാണ് ഉപയോഗിക്കില്ല, പക്ഷേ ഇവിടെ ട്രക്ക് ക്രെയിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബെയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ലാസ്റ്റ് സ്പാനിൻ്റെ ലാസ്റ്റ് ബെയറിങ്ങിൻ്റെ അവിടെ കൊണ്ട് വെക്കുക കേട്ടോ. പിന്നീടാണ് ഈ ഫസ്റ്റ് ബെയറിങ്ങിൻ്റെ അവിടെ വെക്കുള്ളൂ. അപ്പോൾ ആ അറ്റം മുതൽ ഇങ്ങോട്ട് വെച്ചിട്ടാണ് വരിക. ഒരു സ്പാനിൻ്റെ മുകൾ ഭാഗത്ത് 4 ഗേർഡറാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ ആരംഭിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ RE പാനലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം അതിനോടനുബന്ധിച്ച് പുരോഗമിക്കുന്നുണ്ട്. ചില ഭാഗത്ത് RE പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഏകദേശം 3 വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നിലവിൽ ദേശീയപാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാണ്ട്. പക്ഷേ ചിലതൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് തന്നെ വലിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണത്തല ടൗൺ എത്തുന്നതിന് മുൻപാട്ടോ. അതിനോടനുബന്ധിച്ചിട്ടുള്ള RE പാനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, നേരത്തെ നമ്മൾ കണ്ട തിരുവത്ര വന്ന അണ്ടർപാസ് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന അണ്ടർപാസ് നോക്കിയാൽ നിങ്ങൾ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്തും അതിനോടനുബന്ധിച്ചുള്ള RE പാനലിൻ്റെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇനി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ റീച്ചിൽ ആദ്യമായിട്ട് ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ്. കാണക്കോട്ട് LP സ്കൂളിൻ്റെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണത്തല ടൗൺ എത്തുന്നതിന് മുൻപ്. ഇവിടെ ഇപ്പോൾ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ RE പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ. മറുഭാഗത്ത് വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് ആദ്യം നടന്നിരിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് 2 ഭാഗത്തും വൈഡനിങ് കംപ്ലീറ്റ് ആണ്. പിന്നീട് ഇവിടുന്ന് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ട് അതിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുന്ന് പിന്നീട് കുറച്ച് ഭാഗത്ത് ടാറിങ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആണ് നമ്മളെ ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത്. വെച്ചാൽ മണത്തല ജുമാ മസ്ജിദ് കഴിഞ്ഞിട്ടാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിനോട് ചേർന്നിട്ട് തന്നെ പുതിയ പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പഴയ പോസ്റ്റുകൾ നിങ്ങൾ ഈ വലതുഭാഗത്ത് കാണണം കേട്ടോ. അതൊക്കെ പിന്നീട് ഇനി പുതിയ പോസ്റ്റുകൾക്ക് മാറ്റുന്നതായിരിക്കും. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അവിടെ വർക്കുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഏകദേശം ഇവിടം വരെയാണ് നമ്മൾ സർവീസ് റോഡിലൂടെ വരുന്നുണ്ട്. പിന്നീട് ഇവിടുന്ന് സർവീസ് റോഡ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും ഈ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ നിലവിലെ റോഡ് കഴിഞ്ഞ് ഇടത് ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 കാപ്പരിക്കാട് മുതൽ മണത്തല വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ചാവക്കാട് ബൈപ്പാസാണ്, കിടിലൻ വർക്കാണ് ചാവക്കാട് ബൈപ്പാസിൽ നടന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.